പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ച ആരെങ്കിലും കൊണ്ടിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കലുണ്ടോ? ഉണ്ടോ? ഒരു കൃഷി ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്നില്ലേ? പഴയ കാലത്ത് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരാരെങ്കിലും മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാ? അല്ലല്ലോ. അവരങ്ങനെ വന്നവരാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ വില്ലേജിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എന്തുണ്ട്? കൃഷി ഓഫീസ് ഉണ്ട് അല്ലേ? ആ കൃഷി ഓഫീസിൽ നിന്ന് വിത്ത് തരും, വളം തരും, അതിന്റെ പുറമെ എങ്ങനെ കൃഷി ചെയ്യണമെന്ന ട്രെയിനിങ്ങും തരും. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അവർ തരുന്ന വിത്തല്ലാതെ പഴയ കാലത്ത് ഇതുപോലെ ഒരു കുമ്പളം ഇവിടെ പറയില്ലേ, കുമ്പളം അല്ലേ, കുമ്പളം. ആ കുമ്പളം പഴയ കാലത്ത് നമ്മൾ ആരെങ്കിലും നട്ടുപിടിപ്പിക്കാറുണ്ടോ? ഇല്ല. കഴിച്ചുകൊണ്ട് കഴിഞ്ഞ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന കുമ്പളത്തിന്റെ നന്നാക്കുമ്പോൾ സാധനം നമ്മൾ കൊണ്ടിട്ട് എവിടെ ഇടും? തെങ്ങുകുടിയിടും അല്ലേ? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ തെങ്ങുകുടി എന്ത് ചെയ്യും? ഇഷ്ടം പോലെ വളഞ്ഞു. നമ്മൾ ആകെ ചെയ്യേണ്ടിയിരുന്ന എന്താ? പാടെ അങ്ങ് വഴി തെറ്റി അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വേലിപ്പുറത്ത് അതിനെ മെല്ലെ ഒന്ന് തിരിച്ചിങ്ങോട്ട് വെക്കും അല്ലേ? മോനെ, അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് അധികാരമില്ല, അത് നമ്മുടെ പറമ്പല്ല, അതുകൊണ്ട് ഇതിൽ ഇങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ കയറ്റിയിട്ട് നമ്മൾ പുറത്തേക്ക് അങ്ങ് വിട്ടാൽ ഒരു 50 കുമ്പളം നരച്ച് കുമ്പളങ്ങി അവിടെ കിടന്നോളൂ അല്ലേ? നമുക്ക് ആവശ്യത്തിന് ഓണത്തിനോ വിഷുവിനോ പെരുന്നാളിനോ ഇനി നേർച്ചക്കോ എവിടെ വേണമെങ്കിലും അതിന് എന്ത് ചെയ്യും? ആ പത്തോ അതിനകത്ത് കുമ്പളം കണ്ടില്ലേ, ഒന്ന് കാട്ടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുറിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും മുളച്ചു വരുന്ന കുമ്പളം തൈ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് കുമ്പളം വേണമെങ്കിൽ എന്ത് വേണം? അതിനായി ഉണ്ടാക്കിയ വിത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് അവർ പറയുന്ന അകലത്തിൽ തടവിട്ട് അവർ പറയുന്നത് പോലെ അതിന് വെള്ളവും വളം ഒഴിച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്നാൽ ഒരു 5 or 8 കുമ്പളം കിട്ടിയാലായി അല്ലേ? അതിനപ്പുറത്തേക്ക് ഒന്നും കേട്ടോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലത്തിന്റെ മാറ്റം കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്ത് നമുക്കത് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടാ പലരും രക്ഷകർത്താക്കൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെയാണോ? അല്ല.